ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്ന പപ്പി ഹൈവേയിൽ ഞാനൊരു അമ്മയ്ക്കും 3 കുട്ടികൾക്കും ഫുഡ് കൊടുക്കുന്ന ഒരു വീഡിയോനും വിട്ടിരുന്നു. അതിലൊരു ദിവസം ചെന്നപ്പോൾ ഈ പപ്പി ഒട്ടും വയ്യാതെ അവശനായിട്ട് ഫുഡൊന്നും കഴിക്കാതെ ക്ഷീണിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ വണ്ടി ഇടിച്ചതോ ആരോ അടിച്ചതോ ആണെന്ന് പറഞ്ഞു. അവനങ്ങനെ നടക്കത്തില്ല. അപ്പോൾ ഇവിടെയും ഈ ബാക്ക് ബോണിനുമാണ് വിഷയം. ബാക്ക് കാലാണ് അവന് വിഷയം. എഴുന്നേറ്റ് നിന്നാൽ ഓടാനോ നടക്കാനോ പെട്ടെന്ന് തിരിയാനോ ഒക്കെ ബുദ്ധിമുട്ടാണ് അവന്. എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ ഇതുപോലെ തന്നെ അവിടെ ഇരിക്കും. അപ്പോൾ അവന് മെഡിസിൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഡോക്ടർ പറഞ്ഞ എല്ലാ മെഡിസിൻസൊന്നും എനിക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എൻ്റെ വീട്ടിലില്ല. ഞാനതുകൊണ്ട് റെസ്ക്യൂ ഒക്കെ നിർത്തി വെച്ചിരുന്ന ഞാനാണ്. പക്ഷേ എന്നാലും ഒരു കുഞ്ഞായതുകൊണ്ട് അവൻ്റെ അവസ്ഥ കണ്ടപ്പം ഫുഡെങ്കിലും കൊടുക്കാമല്ലോ എന്ന് കരുതി എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ അവർക്ക് ഡോക്ടർ പറയുന്ന പോലെയുള്ള കറക്റ്റ് ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഒരു മുറിവെണ്ണം ആകണമെങ്കിൽ തന്നെ 100 രൂപ വേണം. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ 10-20 പട്ടിയെയും അതുപോലെ തന്നെ 10 പൂച്ചകളെയും പോറ്റുന്ന എനിക്ക് അത് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പം വെളിയിൽ നിന്ന് ഒരാളെ കൂടെ എടുത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് നടക്കാത്ത കാര്യമല്ല. പിന്നെ നമ്മൾ ആരോടെങ്കിലുമൊക്കെ സഹായം ചോദിച്ചു വിട്ടാൽ അവർ പട്ടിയെയും പൂച്ചയൊക്കെ വെച്ചിട്ട് നമ്മൾ അവരെ ചീറ്റ് ചെയ്യുകയാണ്, പൈസ ഉണ്ടാക്കാനെന്നൊക്കെ ആളുകൾ പറയും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഹെൽപ്പ് ചെയ്യണം. എനിക്ക് നിങ്ങളുടെ ആരുടെയും പൈസയോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഡോക്ടർ പറഞ്ഞതായ ഇവരുടെ മരുന്ന് ആർക്കെങ്കിലും എനിക്ക് വാങ്ങി കൊറിയർ ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ ദയവ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കുക. എനിക്ക് വേണ്ടത് ഒരു കാൽസ്യം സിറപ്പ്, ഒരു പോളിബൈൻ സിറപ്പ്, ഒരു നിയോമെക്കല്ലല്ലോ മെലോനെക്സ്, വേദനയുടെ മെലോനെക്സ്, അതുപോലെ ന്യൂറോബയൺ. ഇത്രയും മെഡിസിനാണ് എനിക്ക് ഇവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഒന്ന് തന്ന് സഹായിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ പോയി, അവിടെയൊന്നും ഇതൊന്നും കിട്ടത്തില്ല. വിരയുടേത് ഞാൻ വാങ്ങിക്കൊടുത്തിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒക്കെ ഞാൻ കൊടുത്തു. അപ്പോൾ എൻ്റെ വീട്ടിൽ കൊടുത്തുകൊണ്ടിരുന്ന മരുന്നൊക്കെ എടുത്താണ് ഞാൻ ഇവർക്ക് കൊടുത്തത്. അപ്പോൾ അവർക്കും ആ മരുന്ന് മുടങ്ങിയ ഒരവസ്ഥയാണ്. അത് ആർക്കെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്രയും മരുന്നൊന്ന് വാങ്ങി എന്നെ ഒന്ന് സഹായിച്ചാൽ, ഈ മരുന്ന് 2 പേർക്ക് ഇവിടെ കൊടുക്കണം. വലിയ ഉപകാരമായിരുന്നു. താങ്ക് യു.